ആൾക്കാരെ ആത്മസമർപ്പണമാണ്. കുറേ ആൾക്കാർ സാമ്പത്തികപരമായിട്ടും ചെയ്തിട്ടുണ്ട്. തടി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഓരോ ദിവസം വന്നിട്ട് ഈ ഫോട്ടോ എടുക്കുന്ന ഈ കക്ഷിയടക്കം ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞു കേട്ടതാണല്ലോ ഐതിഹ്യം ആയിട്ട് വരുന്നത്. അതെ അതെ. അപ്പോൾ വളരെ പൗരാണികമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഈ കാടും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിറകിന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ ഭാഗത്തൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് ഈ വിറക് തേടിയെത്തിയ ആൾക്കാർ ഈ ആയുധങ്ങൾ പിന്നെ മൂർച്ച കൂട്ടുന്ന സമയത്ത് ഇവിടെ ഈ സ്ഥലത്ത് രക്തം കണ്ടു. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടാ. നമ്മളെ നാട്ടിലെ തെയ്യെല്ലാം കഴിഞ്ഞ് തെയ്യം തെറയെല്ലാം കഴിഞ്ഞ് ഇന്ന് നമ്മൾ എവിടെയാ പോകുന്നമ്മ? കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൽ നമ്മൾ മുന്നേ പോയിരുന്നു. ഞാൻ ഒരു ദിവസം നമ്മൾ ലതീഷേട്ടൻ പറഞ്ഞറിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ജീവശും പോയിരുന്നു. അപ്പോൾ ഇന്ന് രുദ്രകാളി അമ്മേൻ്റെ പുനഃപ്രതിഷ്ഠയാണ്. ഇപ്പം പ്രതിഷ്ഠ ബാലാലയത്തിലാണുള്ളത്. അത് ഇന്ന് 11:40 ആ സമയത്ത് പിന്നെ ഈ കാവിലിപ്പം പുനരുദ്ധരണം നടന്ന കാവിലേക്ക് പ്രതിഷ്ഠ മാറ്റും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദമായ ഐതിഹ്യങ്ങളിലുണ്ട്, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ? ഉള്ളിലവിടെ ഇങ്ങനെ
കേട്ടോ ചങ്ങായിമാരെ. സുരേന്ദ്ര ചേട്ടാ എന്തെല്ലാം നമസ്കാരം. എന്തെല്ലാം കാര്യങ്ങൾ? ഇനി എന്താ ചടങ്ങ്? ഗുരുതി അല്ലേ? അതെവിടുന്ന പുറത്തുനിന്നല്ലേ ഉണ്ടാവും ഗുരുതി? ഇവിടുന്നല്ലേ? ആ വേറെ എന്തെല്ലാം പിന്നെ കാര്യങ്ങൾ? ആയി അല്ലേ? നവകാടി എനിക്ക് ഉച്ചപൂജ കഴിഞ്ഞ് ഗുരുതി കഴിഞ്ഞായി.
ഭക്തജനങ്ങളെ, നമ്മുടെ കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൻ്റെ ഈ വടക്കേക്കാവിൻ്റെ നവീകരണ പ്രവൃത്തി 2023 നമ്മൾ തുടങ്ങിയത്. ചെറിയ ഒരാളളവിൽ കൊണ്ട് നമുക്ക് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ കലശം നടത്തുവാനുള്ള സൗഭാഗ്യം അമ്മ നമുക്കെല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അമ്മേൻ്റെ കലശവും ഗുരുതി പൂജയും കണ്ട് എല്ലാ ഭക്തജനങ്ങളും വളരെയേറെ ഭാവുകരായിരിക്കുകയാണ്. അപ്പം നേരത്തെ മാസ്റ്റർ പറഞ്ഞ പോലെ ഈ വടക്കേക്കാവിൻ്റെ പണിക്ക് വളരെയേറെ പ്രവർത്തിച്ചത് നമ്മളിൽ ഒരാളായ ശ്രീ സുധീരേട്ടനാണ്. അപ്പം അദ്ദേഹത്തെ ഒരു ചെറിയ ഈ ആദരവ് ഇപ്പം നടത്തുകയാണ്. പ്രത്യേകിച്ചിട്ട് ഇന്ന് ഇവിടെ നമ്മളെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളായ ശ്രീ ജനാർദ്ദൻ സർ, ശ്രീ മധുസൂദൻ സർ, നമ്മളെ പിന്നെ കണ്ണാടിപ്പറമ്പിൽ തന്നെ നമ്മളെ കമ്മീഷനായിട്ടുണ്ടായ ബഹുമാനപ്പെട്ട അമ്പലത്തിന് വേണ്ടി വളരെയേറെ പ്രവർത്തിച്ച ശ്രീ നന്ദകുമാർ സാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഏരിയ കമ്മിറ്റി ചെയർമാൻ സുധീഷ് സാർ, എല്ലാവരും സന്നിഹിതരായ ഒരു അപൂർവ ഒരു ക്ഷണമാണ് ഇന്ന്. അപ്പം ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ ഒരു അമ്പലം മാത്രമല്ല എല്ലാ ഭക്തജനങ്ങളും ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അമ്മയെ നല്ലത് വർത്തട്ടെ. എല്ലാവർക്കും എല്ലാവർക്കും അമ്മയെ സകല സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബോർഡ് അംഗങ്ങളായ ജനാർദ്ദനൻ സാർ, അതുപോലെ മധുസൂദനൻ സാർ, നേരത്തെയുള്ള ഏരിയ കമ്മിറ്റിയുടെ ചെയർമാൻ ടി കെ സുധി അവർകൾ, ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീമാൻ വിജയൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിനും ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന ഇടമാണ് വടക്കേക്കാവ്. ഭക്തജനങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലേക്കും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കും എത്തുന്നതിന് മുമ്പേ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഇതിൻ്റെ കവാടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താൻ എത്താറുള്ളത്. വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഈ വനാന്തരത്തിൻ്റെ മധ്യത്തിൽ ദേവിയുടെ ക്ഷേത്രസന്നിധി നവീകരണത്തിന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ പ്രധാന ക്ഷേത്രങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നാട്ടുകാർ പല രീതിയിൽ ആലോചിക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടും നടക്കാതെ ആരംഭത്തിന് വലിയ പ്രത്യാഘാതങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾ ഇതെന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ വിശ്വാസികളായ ആളുകൾക്കൊക്കെ മനസ്സിലായത് വടക്കേക്കാവ് ഭഗവതിയുടെ ഒരു വലിയ ദൈന്യത ഇവിടെയുണ്ട്. അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഏവർക്കും എന്ത് കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന കാര്യം നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഞാൻ കമ്മീഷണറായ കാലത്ത് പറയുകയും ഉടൻ തന്നെ ആ പ്രവൃത്തി ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ഊട്ടുപുരയിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഒരാലോചന നടത്തുന്നത് തന്നെ. സുധീർ അപ്പോൾ പറഞ്ഞു, സാർ ഇത് വളരെ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഈ സന്നിധിയിൽ വരികയും ഈ സന്നിധിയിൽ നിന്നെടുത്ത തീരുമാനമാണ് പെട്ടെന്ന് തന്നെ ഇത് നവീകരണം ആരംഭിക്കണമെന്നുള്ളത്. ഉടൻ തന്നെ അത് അങ്ങനെ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാഴ്ചക്കകം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുകയും ട്രസ്റ്റി ബോർഡ് എടുക്കുകയും കമ്മീഷണറോട് കത്തെഴുതി ആവശ്യപ്പെടുകയും ഉടൻ തന്നെ അനുമതി കൊടുക്കുകയും ചെയ്തു. ഞാൻ തന്നെ ഒരു ദിവസം രാവിലെ ഇവിടുത്തെ നവീകരണ പ്രവൃത്തിയുടെ ആരംഭത്തിന് ഇവിടെ വരികയും അന്നേരം ഉൾപ്പെട്ടിട്ടുള്ള ഭക്തജനങ്ങൾ കൈയഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ വലിയ തോതിലുള്ള സംഭാവനകൾ നൽകുകയും നമ്മളൊരു ചടങ്ങിൽ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഞാൻ അത്ഭുതകരമായിട്ട് പറയുകയാണ്, നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ പലതരത്തിലുള്ള ഒരു സമാധാനം ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അത് വടക്കേക്കാവിൽ അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പ്രവൃത്തി തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞാൻ എൻ്റെ ഒരു ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാർ ഞാൻ ഈ പ്രവൃത്തി ഏറ്റെടുക്കും, അതിനു വേണ്ടി വരുന്ന എന്ത് ശ്രമങ്ങളും ഞാൻ നടത്തും. ഞാൻ ഒരു തവണ ഈ പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ പല സന്ദർഭങ്ങളായി ഇവിടെ വരുമ്പോൾ
സുധീർ ഇവിടുത്തെ പണിക്കാർക്കൊക്കെ ചായയും ഭക്ഷണവും കൊണ്ട് കൊടുക്കുകയല്ല. ഒരു മറ്റ് അവനവൻ്റെ ഒരു പ്രവൃത്തിയിലും മുഴുകാതെ ഈ ഒരു 6-7 മാസം കൊണ്ട് സുധീർ ഈ തൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമോ ആയിട്ടും അതോടൊപ്പം ഈ നാടിൻ്റെ ഒരു കാര്യമായിട്ട് ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ ചെയ്യുന്ന സർവാത്മനമായ ഒരു സമർപ്പണമാണ് ഇത് എന്ന് കരുതിയിട്ടും ചെയ്ത ഒരു പ്രവൃത്തി നമുക്കേവർക്കും ഇത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര, എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിന് വളരെ ഒരു കുളിർമ. ഈ നാട്ടിൽ ഇനി എന്ത് നിർവഹിക്കാൻ നമ്മൾ ശ്രമിച്ചാലും അതിൻ്റെ പൂർണ്ണതയിലെത്തും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവരോടും പറയാണ്, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമാണ് നമ്മുടെ ക്ഷേത്രം. നമ്മളെ വീടിൻ്റെ ഐശ്വര്യം പോലെ തന്നെ നമ്മളെ വീട് വർദ്ധിപ്പിക്കാൻ, നമ്മളെ വീട് നവീകരിക്കാൻ, നമ്മളെ വീട് പുതുതായി നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ശിഷ്ടഭാഗം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നൽകിക്കൊണ്ട് ക്ഷേത്രത്തെയും നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി, സാംസ്കാരിക കേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഈ സന്ദർഭത്തിൽ പ്രതിജ്ഞ ചെയ്യണം ദേവിയുടെ മുമ്പിൽ വെച്ച്. എന്തായാലും നമ്മുടെ ഈ പ്രവൃത്തി ആരംഭിച്ച ഘട്ടം തൊട്ട് തൻ്റെ വ്യക്തിപരമായി എല്ലാം സമർപ്പിച്ചിട്ടുള്ള അധ്വാനവും ബുദ്ധിയും എന്താ പറയുക ദുഃഖവും എല്ലാം സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സുധീറിനെ എത്ര കണ്ട് പ്രകീർത്തിച്ചാലും മതിയാവില്ല. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഈ ദേവിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന് ഇനിയും ഇത്തരത്തിലുള്ള വളരെ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ഭാവിയിൽ ചെയ്യാനാവട്ടെ. ഇതിൻ്റെ സാമ്പത്തികമായ വശങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ട, അതെല്ലാം സുധീറിൻ്റെ വളരെ മുഖ്യമായ പങ്കുണ്ട്, നാട്ടുകാരുടെ പങ്കുണ്ട്, ദേവസ്വത്തിൻ്റെ പങ്കുണ്ട്. എന്തായാലും ഈ പ്രവൃത്തി നമ്മുടെയൊക്കെ കാഴ്ചയ്ക്ക് വളരെയേറെ സന്തോഷകരമായ രീതിയിൽ പൂർത്തീകരിച്ച് ഈ ദേവിക്ക് സമർപ്പിച്ച, ഈ നാടിന് സമർപ്പിച്ച നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ പ്രിയങ്കരനായ സുധീറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടി ആദരവ് അർപ്പിച്ചുകൊണ്ട് സന്തോഷം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ ദേവസ്വത്തിൻ്റെ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് മെമ്പർമാരായിട്ടുള്ള ബഹുമാനപ്പെട്ട മധുസൂദനൻ സാറിനെയും ജനാർദ്ദനൻ സാറിനെയും കൂട്ടായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് സംസാരിച്ചാൽ മതി. കൂടെ തന്നെ ചെയ്തു. ശരി. ഓക്കെ. അതെങ്ങനെ? ഓ സന്തോഷം. ദേവസ്വത്തിലേക്ക്. അപ്പോൾ ശരി, ഒരു മിനിറ്റ് സുധീറെ. ഓക്കെ, അപ്പോൾ ശരി. ആൾക്കാരെ ആത്മസമർപ്പണമാണ്. കുറേ ആൾക്കാർ സാമ്പത്തികപരമായിട്ടും ചെയ്തിട്ടുണ്ട്. തടി കൊണ്ട് ഒരുപാട് ആൾക്കാർ ഓരോ ദിവസം വന്നിട്ട് ഈ ഫോട്ടോ എടുക്കുന്ന ഈ കക്ഷിയടക്കം ഒരു ദിവസം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് 3-4 ആളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ ആളടക്കം ഇവിടെ വർക്ക് ചെയ്ത ആളാണ്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങിക്കാണ്ട് ഒരുപാട് ആൾക്കാർ പണിയെടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ ഈ കിട്ടിയ ഇത് അവർക്കൊക്കെ സമർപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് വന്ന ആൾക്കാർ നമ്മളെ വടക്കേക്കാവിലെ അമ്മേൻ്റെ ശക്തി ഓദിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എത്രയോ വർഷമായി അല്ലേ മാഷെ, ഒരു 30 വർഷത്തോളമായി നമ്മളെ ക്ഷേത്രത്തിൻ്റെ നവീകരണം എന്ന് പറഞ്ഞ കലശം ഇങ്ങനെ എല്ലാ മുടങ്ങി കിടക്കുമെന്ന്. ഇതിൻ്റെ ഇവിടുന്ന് ഇനി അവിടത്തേക്കില്ല ആ നവീകരണ കലശം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ കൂടിയില്ല എല്ലാവരും ഒന്ന് കൂടി ആലോചിച്ചിട്ട് അതിൻ്റെ നവീകരണ പ്രവൃത്തി ഞാൻ പണിയല്ല ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ കാര്യങ്ങൾ എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഒരു സുഖമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നവീകരണ കലശം നടത്താനില്ല ഒരു തയ്യാറെടുപ്പ് ഇവിടുന്ന് തന്നെ തുടങ്ങണമെന്നാണ് എനിക്ക് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ബോർഡ്, എക്സിക്യൂട്ടീവ് ഓഫീസറോട്, അതുമായിട്ട് ബന്ധപ്പെട്ടവരോട് ആരുന്നില്ല, ഇന്ന് ആളെ കൊണ്ടുവന്നല്ല, ഞങ്ങളൊക്കെ ഇതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വിചാരിച്ചതിലും ഗംഭീരമായിട്ട് പണി ഇവിടെ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് ഇതൊക്കെ ഇവിടെ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലെവലിലൊക്കെ ചെയ്യാൻ പറ്റുമോ. എല്ലാം ദേവഹിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. കാവിലല്ലേ, കാട്ടിൽ ആയതുകൊണ്ട് ഇതെല്ലാം വേണോ എന്നില്ല ആശങ്കയെല്ലാം ഇടിയില്ല. ഈ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് തന്നെ കുറേ ആൾക്കാർക്കുണ്ടാവും. പക്ഷേ അതൊന്നല്ല, എനിക്ക് സ്വർണത്തിനെ കൊണ്ടില്ല ലെവലിൽ ചെയ്തു തരണമെന്നില്ല ആഗ്രഹമാണ് നമ്മളെ വടക്കേക്കാവിലെ ഭഗവതിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ചെയ്ത കാര്യം നമ്മൾ പ്രതിഷ്ഠേൻ്റെ ദിവസം നോക്കാൻ പോയ സമയത്ത്
എങ്ങനെയാണ് ചെയ്തതിന് എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് വരെ നോക്കിയെടുത്ത് അതിൽ 100% തൃപ്തിയായിട്ടില്ല രാശിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അതിലും ഞങ്ങൾ വളരെ സന്തോഷമാണ്. കാരണം ഒരു പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് മാറ്റിയാൽ അത് പൊളിച്ചവർക്ക് ഇത് തിരിച്ച് അകത്ത് ആക്കുന്നവരെ ഉറക്കുണ്ടാവില്ല എന്നാണ് ശരിക്ക്. കാരണം പൊളിച്ചിട്ടിട്ട് പകുതിക്ക് എന്തെങ്കിലും ഒരു മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരിതം ഈ നാട്ടുകാർക്ക് മൊത്തം ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഒരു തടസ്സവും ഈ കാലിനൊരു മുള്ള് ഇവിടുന്ന് കൊണ്ടിട്ടില്ലേ, ഈ രൗദ്രഭാവത്തിലെ അമ്മേനെ കൊണ്ട് ഈ പണിയെടുക്കുന്നവർക്കും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും ഐക്യത്തോടും സഹകരണത്തോടും കൂടിയിട്ട് ഈ പണി തീർക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭക്തജനങ്ങളെ, വളരെ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലുണ്ടായിരുന്ന നമ്മുടെ ഈ വടക്കേക്കാവിൽ കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള വടക്കേക്കാൽ ഭഗവതിയുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെ വളരെ ഉള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത്രയൊക്കെ പൂർത്തിയാക്കാൻ പറ്റിയുള്ളത്. അതിന് എല്ലാ നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതെല്ലാം മേൽനോട്ട് വഹിച്ച സുധീറിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചടങ്ങിൽ സന്നിധിയിലായിട്ടുള്ള നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർമാർ 2 മെമ്പർമാരുണ്ട്. അവരെ ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം കമ്മീഷണർ നമ്മളെ ഈ സന്നിധിയിൽ വെച്ചിട്ട് ഒരു ആദരവ് നടത്തുന്നതാണ്. ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് 2 മെമ്പർമാർക്ക് അത് ഇതെന്തിനാണ് നമ്മൾ പറഞ്ഞു കേൾക്കുക? ചങ്ങായിമാരെ, ഇവരെ നമ്മളന്നൊരു ദിവസം ഞാനൊരു ദിവസം സഹായിക്കാൻ വന്നിരുന്നു. അപ്പോൾ അന്ന് നമ്മളെ കൂടെ ഉണ്ടായിരുന്നതാണ്. നല്ല പഠിപ്പേനും. ഓരോ പേര് നമുക്ക് ചോദിക്കാം. എന്നാ നിങ്ങളെ പേര് പറ. എൻ്റെ പേര് ഷൺമുഖൻ. എന്താണ്? ഷൺമുഖനാണ്. ആ, അപ്പോൾ എന്തെല്ലാം നിങ്ങളെ ഒരു മനസ്സിന് സന്തോഷമായോ? പൂർണ്ണമായിട്ടുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു നമ്മുടെ സ്വന്തം സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാവുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യാനും അതിലെല്ലാം ഫുള്ളായിട്ട് നമുക്ക് വേറൊരു ഭാഗ്യം കൂടി കിട്ടിയല്ലോ. അതിന്റെ അകത്ത് കയറിയിട്ട് നമ്മൾ നിന്നല്ലോ. ഇനിയിപ്പോ ഒരാൾക്കും അതിന്റെ അകത്ത് കയറുന്ന അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി എനിക്കാവട്ടെ ഇനി വേറൊരു വ്യക്തിക്കാവട്ടെ അതിൻ്റെ അകത്ത് ചാൻസ് ഇല്ല. അപ്പം ഇങ്ങനെയുള്ള ചാൻസ് എനിക്ക് ചോദിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതെ, വേറെ എന്താ പറയാനല്ലേ? വേറെ ഇപ്പോഴൊരു ഇതാ എൻ്റെ ഭാഗ്യമായിട്ട് വരുന്നത് അല്ലേ? ഭാഗ്യമാണ്. ഓക്കെ, സന്തോഷം. ഭാഗ്യം. നിങ്ങൾ ഇവിടുന്ന് കണ്ടുമുട്ടിയത് ഞാനൊരു ഭാഗ്യമായിട്ട് വരുന്നു. വീരാട്ട നമസ്കാരം. നമസ്കാരം. നിങ്ങളോട് അന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് അന്ന് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനി നമ്മളന്ന് ഉള്ളിലെല്ലാം കയറി എല്ലാം ചെയ്താലേ ഇനിയിപ്പോൾ ആർക്കും അതിൻ്റെ ഉള്ളിലൊന്നും കയറണമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ, പറ്റൂലല്ലോ. അതെ, ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ നാട്ടിലൊന്നും ഉണ്ടാകേണ്ട ആളല്ല. എന്തോ ഒരു ദൈവത്തിൻ്റെ ഇതം പോലെ വന്നു ചേർന്ന ഭാഗ്യം കൊണ്ട്. അപ്പോൾ എന്നല്ല മനസ്സിന് സന്തോഷമായില്ലേ? മനസ്സിന് സന്തോഷം വരുന്ന കാര്യമാണല്ലോ. അതെ, കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ഉള്ളത് പൊളിച്ചു മാറ്റിയിട്ട് ബാലാലയത്തിലേക്കാണല്ലോ മാറ്റുന്നത്. അതെ. അപ്പം അതിന് കുറച്ച് ധൈര്യം വേണം. കാരണം അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം. കാരണം അത് നേരാവുന്നവരെ ആ നാടിന് ദുരിതം എന്നാണ് ശരിക്കും പറയാം. അപ്പം അത് തിരിച്ച് പ്രതിഷ്ഠിക്കുന്നവരെ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവർക്ക് ഊണും ഉറക്കമൊന്നുമില്ലാതെ അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും വേഗത്തിൽ അത് ഇവിടുത്തെ ശക്തിൻ്റെ ഇതാണ്. അല്ല നമ്മളെ വ്യക്തിപരമായിട്ടുള്ള കഴിവല്ല. ആ ശക്തി അതിപ്പോൾ ഇന്ന് ആളെ കണ്ടിട്ട് ഞാൻ ശരിക്ക് മനസ്സിലാക്കിയ ഒരു ഉത്സവത്തിന് വരെ ഈ ലെവലിൽ ആൾ ഇവിടത്തേക്ക് വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ശക്തി വിളിച്ചോദിക്കുന്ന ലെവലിൽ തന്നെയാണ് ഇന്നത്തെ ഉണ്ടായിട്ടുള്ളത്. അതിനെ നമ്മൾ ഭക്തജനങ്ങൾ ആ ലെവലിൽ പോസിറ്റീവായിട്ട് മാനിച്ചിട്ട് എടുത്തിട്ട് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ട് അതാണ് നിങ്ങളാ എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർത്ത് അത് നമുക്ക് നമ്മളെ ദേവനോടിലെ ഒരു കടപ്പാടാണ്. അതെ അതെ,
അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ഒന്നും സാമ്പത്തികപരമായിട്ടൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ചില ആൾക്ക് തടി കൊണ്ടേ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അത് ചെയ്യുന്നവരും ഈ പൈസ 5 ലക്ഷം കൊടുക്കുന്നവരും 3 ലക്ഷം ദേവന്റെ കണ്ണിൽ എല്ലാം സമമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം വിജയിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടൊന്നും ഒരു ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ വന്നിട്ടില്ല. അങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് ഭംഗിയായിട്ട് വിചാരിച്ചതിലപ്പുറത്തേക്ക് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വളരെയധികം വടക്കേക്കാവൽ അമ്മയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഐശ്വര്യം എല്ലാവർക്കും നാട്ടിലും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്ങായിമാരെ നമുക്കിട്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. നമസ്തേ. എന്താണ് പേര്? എൻ്റെ പേര് ദിനേശൻ. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ക്ഷേത്രത്തിൻ്റെ ആരായിട്ടാണ്? നമ്മൾ ഈ പറഞ്ഞു കേട്ടതാണല്ലോ ഐതിഹ്യം ആയിട്ട് വരുന്നത്. അതെ അതെ. അപ്പോൾ വളരെ പൗരാണികമാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ആ സമയത്ത് ഈ കാടും നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശം. അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിറകിന് വേണ്ടിയിട്ട് ആൾക്കാർ ഈ ഭാഗത്തൊക്കെ വരാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സമയത്ത് ഈ വിറക് തേടിയെത്തിയ ആൾക്കാർ ഈ ആയുധങ്ങൾ പിന്നെ മൂർച്ച കൂട്ടുന്ന സമയത്ത് ഇവിടെ ഈ സ്ഥലത്ത് രക്തം കണ്ടു എന്നൊക്കെയുള്ള ഐതിഹ്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച സമയത്ത് ഇവിടെ ഒരു ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്ഥലമാണ്. ദേവീ ചൈതന്യമുള്ള സ്ഥലമാണ്. അങ്ങനെയാണത്ര പഴയ കാലത്ത് ഇവിടെ ഒരു സ്ഥാനം നിർണ്ണയിക്കാനും ഇവിടെ അങ്ങനെ ആരാധിക്കാനും തുടങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാൽ കണ്ണാടിപ്പറമ്പിൻ്റെ സ്ഥലനാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പറയാറുണ്ട്. കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു പരന്ന പറമ്പ് തന്നെയാണ്. ആ പറമ്പിൽ കണ്ണാടി എന്ന് പറയുന്നത് ദേവിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ കണ്ണാടിപ്പറമ്പ് എന്ന് പറയുന്നത് ദേവിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാനം എന്നുള്ള നിലക്ക് ആയിരിക്കാം ചിലപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ടാവുക. അതിനുശേഷമാണ് മറ്റ് കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയങ്ങളൊക്കെ കണ്ണാടിപ്പറമ്പിൽ വന്നു എന്നുള്ളതാണ് ഐതിഹ്യം. പിന്നെ വേറെ എന്തെല്ലാം ഇന്നത്തെ ചടങ്ങിനെ പറ്റിയിട്ട് പറയാനല്ലേ? ഈ ഇവിടുത്തെ ചടങ്ങ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഇവിടുത്തെ ചടങ്ങ് മറ്റ് നമ്മൾ ക്ഷേത്രത്തിൽ താന്ത്രിക കർമ്മവും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ആസുരിക കർമ്മം എന്നുള്ള രീതിയിൽ ആ രീതിയിലാണ് നടക്കുക. രൗദ്രഭാവത്തിലുള്ള മൂർത്തിയാണ് ഇവിടെ നടക്കുന്നത്. മദ്യം, അതായത് കള്ള് അതുപോലെ തന്നെ കോഴി, അതാണ് ദേവിക്ക് പ്രിയം. കോഴിയെ ബലി കഴിപ്പിക്കുക എന്നുള്ളത്. കാരണം ഇപ്പം നമ്മൾ ഗുരുതി കണ്ടുവരിക. അതുപോലെ തന്നെ ദേവിക്ക് പ്രീതി ഉണ്ടാക്കാൻ വേണ്ടി കോഴിയെ ബലി കഴിപ്പിക്കും. അത് കൊച്ചാളിക്കാവിലെ ഒരു സ്ഥാനികനായിട്ടുള്ള എംബ്രോൻ എന്നാണ് അദ്ദേഹത്തിനെ പറയാം. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പാളത്ത് കഴകപ്പുരയിൽ ഇവിടെ അടുത്താണ് കൊറ്റാളിക്കാവിൻ്റെ ആരൂഢ സ്ഥാനം എന്നുള്ളൊക്കെ വിഗ്രഹങ്ങളൊക്കെ അവിടെയാണ് വെക്കുക, കഴകപ്പുരയിൽ. അവിടുന്ന് ഉച്ച സമയത്ത് ചുറ്റിക്കെട്ടി, പ്രാർത്ഥനയായിട്ട് ചുറ്റിക്കെട്ടി അവിടുന്ന് ഓങ്കാരം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന്, അത് മേലെ തലയിൽ ശിരസിൽ കലശം ഉണ്ടാവും, അതിൻ്റെ അകത്ത് മദ്യമുണ്ട്, അതുപോലെ തന്നെ കോഴി പിന്നെ ഒക്കെ എടുത്തുകൊണ്ടാണ് ഇവിടത്തേക്ക് വരിക. അങ്ങനെ ഇവിടെ വന്ന് ഓങ്കാരം മുഴക്കിക്കൊണ്ട് ഇവിടെ വന്ന് പിന്നെ ഇവിടുത്തെ കർമ്മങ്ങൾ ഉച്ച സമയത്ത് കർമ്മങ്ങൾ ചെയ്ത് അവിടെ പോയി ഭഗവാനെ വൈത്തൂർ കാര്യാരപ്പനെ അതുപോലെ ധർമ്മശാസ്താവിനെ വണങ്ങിക്കൊണ്ടാണ് ആ കർമ്മം തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കഴകപ്പുരയിലേക്ക് തിരിച്ചു പോവുക. അപ്പോൾ അത് പ്രാർത്ഥനയായിട്ട് വഴിപാട് നേരുന്നവരുണ്ട് ഭക്തജനങ്ങൾ. അതുപോലെ നമ്മൾ ദേവസ്വത്തിൻ്റെ വകയായിട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്നും മുടങ്ങിയിട്ടുള്ളത്. ഏതായാലും ഈ ഇന്നത്തെ ചടങ്ങോടുകൂടി തന്നെ മറ്റുള്ള കർമ്മങ്ങളും അതുപോലുള്ള കർമ്മങ്ങൾ തുടർന്ന് നടക്കുന്നതാണെന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ ഇവിടെ ഇത് കാവാണല്ലോ. അതെ. അപ്പോൾ വർഷത്തില് ഉത്സവം പോലെ ഉണ്ടാവുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് എടുത്ത? ഇവിടെ കാവിൽ അങ്ങനെ പ്രത്യേകിച്ച് ഉത്സവാധിക ചടങ്ങുകളില്ല. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ശുദ്ധിക്രിയകളും മറ്റ് പ്രതിഷ്ഠാ ദിനത്തിന് ഒക്കെ ഈ ബ്രാഹ്മണ പൂജ, അതായത് തന്ത്രി പൂജ, താന്ത്രിക കർമ്മങ്ങൾ നടക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ അറിവുകളൊക്കെ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണാടിപ്പറമ്പിന്റെ ശ്രേയസ്സാണ് ഈ കാവ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇവിടെ പല ആളും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കണ്ണാടിപ്പറമ്പിന്റെ ഐശ്വര്യം അത് നമ്മൾ ഈ പുനഃപ്രതിഷ്ഠയോടുകൂടി വീണ്ടും ഒന്ന് വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും, എല്ലാ നാട്ടുകാർക്കും, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും സമ്പൽ സമൃദ്ധി, ഐശ്വര്യവും അതുപോലെ എല്ലാ സന്തോഷവും വിളയാടും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമ്മളെ ഏതായാലും ഇവിടെ തന്ത്രിയാണ് ഇദ്ദേഹത്തിന്റെ പേര് എന്താണ്? പ്രതിനിധിയായിട്ട് വന്ന അച്ഛനാണ് പരമേശ്വരൻ നമ്പൂതിരി, കരുമാരത്തിലത്ത് പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹം തന്ത്രി, ഞാൻ മകനാണ്. മകൻ വന്ന
ഓക്കെ, നമസ്കാരം. പിന്നെ ഇന്നത്തെ ചടങ്ങുകളെ പറ്റിയുള്ള ഒരു 2 വാക്ക് സംസാരിക്കാം. ഇന്നത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠയാണ്. ഉഗ്രഭാവത്തിലുള്ള അല്ലെങ്കിൽ ഉഗ്രമൂർത്തിയായിട്ടുള്ള ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇവിടെ പറയപ്പെടുന്നത് വയത്തൂർക്കാളിയാരും ഭഗവതിയാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് എന്നും പിന്നീട് ശാസ്താവും മറ്റ് അവിടെയുള്ള ഭഗവതിയും വന്നു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. ഇത് ഉഗ്രമൂർത്തിയായിട്ടും ശാക്തേയ സമ്പ്രദായത്തിലുള്ള പൂജാവിധാനങ്ങളും നടക്കുന്ന സ്ഥലമാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. നമ്മള് ഇവിടെ ഒരു ഭക്തനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ നിങ്ങളെ? രവീന്ദ്രൻ. ബാവനും മുട്ട തളിപ്പുറമ്പ. എന്താണ് ഇവിടെ വന്നത്? എങ്ങനെയാണ് അറിഞ്ഞിട്ട് വന്നതാണോ അതോ? അറിഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പിന്നെ കീർത്തനങ്ങൾ പാടാൻ വന്നതാണ്. ഞാൻ പേരൊന്നും കൊടുക്കില്ല. പിന്നെ 10-27 ക്ഷേത്രത്തിൽ ഭക്തി കീർത്തനങ്ങൾ പാടിയ വ്യക്തിയാണ്. രാമായണം കർക്കിടകമാകും രാമായണം വായിക്കും. എന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ വരാൻ വൈകിപ്പോയി. അതുകൊണ്ട് കീർത്തനങ്ങൾ പാടാൻ പറ്റിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മുഖതാവിൽ സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചങ്ങായിമാരെ, ഇവരെല്ലാം നമ്മളോട് ഇവരെ കൂടില്ല ഞാൻ സഹായിക്കണ്ടായി കേട്ടോ. സുമേഷ് ഏട്ടെ നല്ല കമ്പനിയായി ഒരിക്കൽ വന്നിട്ടേ ഉള്ളൂ ആള് അല്ലേ. നമ്മൾ മാത്രം നമ്മളെ നല്ല എല്ലാം സന്തോഷം. ഒരിക്കൽ വന്നിട്ട് കണ്ടിട്ടേ ഉള്ളൂ അല്ലേ. നല്ല ബോണ്ടായി. സ്റ്റാറല്ലേ കൊല്ലണ്ട നടേശ കൊല്ലണ്ട കല്യാണം. വളരെ സന്തോഷം ഇവിടെ കാണാൻ പറ്റി. കാണണം. അതെ, പിന്നെ വേറെ ഇത് നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ അളിയൻ കേട്ടോ. അളിയൻ്റെ പേര് പറ. രാധാകൃഷ്ണൻ. കൃഷ്ണന്റെ പേരനല്ലേ? അടിപൊളി. അപ്പൊ ലതീഷേട്ടാ ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കിട്ടും അതിന്റെ അടുക്കൂട്ട. അല്ല, ഞാനല്ലപ്പാ, നമ്മളാര് അതെല്ലാം ഇടുന്ന് എത്തുമ്പോ അത് നമ്മളൊറ്റക്ക് തീരുമാനിക്കുന്നില്ല. നമ്മള് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. അതങ്ങനെ ആയി. അതപ്പോ ആ നടയെന്ന് അങ്ങനെ നിനക്കൊരു യോഗം ഉണ്ടാവും. എനിക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു എന്താ പറയാ അനുഗ്രഹം. ഞാൻ ശരിക്കും ഇവിടെ ഉണ്ടാകേണ്ടതല്ല. ഞാൻ കുറെ പൈസ പറയുന്നത് ഇതുകൊണ്ട് പറയുന്നത്. ആ ഗൾഫിൽ ഉണ്ടാകേണ്ട ആളാണ് ഇവിടെ വന്നിട്ട് അന്ന് ദേവീൻ്റെ. തീർച്ചയായും അതെ. നമ്മളതാണ് നമ്മള് കാണുന്ന വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ബ്ലോഗർ എന്നുള്ള നിലക്കല്ല, നമ്മളൊരാളായിട്ട് നിന്നുള്ള അതിനാണ് നമ്മൾ മാനിക്കുന്നത്. ആ ഒരു അമ്മേൻ്റെ ഒരു അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഭക്തനായാലും മനസ്സിലാക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. ആ ഒരു ആള് കുറവ് ഇതെല്ലാം കണ്ടിട്ട് നമ്മളെ മനുഷ്യായുസിൽ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ നിർമ്മാണത്തിൽ ആയാലും പ്രതിഷ്ഠേൻ്റെ ഇതിലായാലും മിക്കവാറും നമുക്കൊരു 1-2 എണ്ണത്തിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് നമുക്കെല്ലാം പങ്കെടുക്കാനും ഇതിലെല്ലാം എന്തായി സജീവമായിട്ട് ഇതാകാനും ഉള്ള ഭാഗ്യം നമുക്കെല്ലാം ആ അമ്മ തന്നു. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ആള് വന്നു. അപ്പോൾ അതില് നല്ല ആൾക്കാർ വന്നു. പിന്നെ ഭക്ഷണമെല്ലാം ഇഷ്ടം പോലെ എത്തി. അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എല്ലാവർക്കും രാത്രിത്തെ ഭക്ഷണം അടക്കം ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു സന്തോഷം. അതെന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു ഭക്തൻ വന്നിട്ട് പറഞ്ഞ് ഈ ഏരിയ എന്തായാലും ഭക്തനെന്ന് പറഞ്ഞു. അപ്പം പിന്നെ കൊണ്ടുവന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതെന്തായാലും അത് വെച്ച്. പക്ഷെ അതുകൊണ്ട് എന്താ കുറച്ച് ബാക്കിയായിരുന്നു. ഇഷ്ടം പോലെ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുത്ത് അമ്മേൻ്റെ അനുഗ്രഹം. അമ്മമാരപ്പം മക്കളെപ്പരല്ലേ ഉണ്ടാവുക. അപ്പോൾ ഈ അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് ദൈവത്തോട് എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. എല്ലാവർക്കും ആ ഒരു ഐശ്വര്യം ഉണ്ടാവട്ടെ. അതെ അതെ. ആ ഒരു ഈ അമ്മേന്റെ ഒരു പരാതി തീരട്ട് അത് ശരിയാവും. എല്ലാം ശരിയാവും. എല്ലാം അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. ഇല്ല, ഇനിയും ഇല്ല താമസമൊന്നും ഉണ്ടാവില്ല. ഇല്ല, പെട്ടെന്ന് തന്നെ നല്ലൊരു കുഞ്ഞ് വരും, വരട്ടെ. അപ്പോൾ തീർച്ചയായും എല്ലാത്തിനും ഒരുപാട് നന്ദി. നമുക്ക് ഒരുപാട് സന്തോഷമായി. ആയിക്കോട്ടെ, തീർച്ചയായും.
നമ്മളെ വെള്ളം വിടാം. ഓക്കെ ചങ്ങായിമാരെ, അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി. ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലാണ് നടന്നത് കേട്ടാ. നമുക്കെന്നാ പറയാ, എനിക്ക് സന്തോഷം. എല്ലാം കണ്ട് ഇതായി അനുഗ്രഹം വാങ്ങി നമ്മളെയും ദൈവം സന്തോഷിപ്പിക്കട്ടെ. അത്രേ പറയാനില്ല എനിക്ക്. എന്തായാലും ഉണ്ടാവും, അടുത്തന്നെ പ്രതീക്ഷിക്കാം നമുക്ക് അല്ലേ. പിന്നെ ചങ്ങായിമാരെ, എന്റെ ജീവിതത്തില് രണ്ടാമത് എനക്ക് എന്റെ മോന് ആദ്യം ആടുന്നൊരു ആദരവും കിട്ടി. നമ്മൾ വിചാരിക്കാതൊരു ഇതാണ്. അതിലും ഭയങ്കര സന്തോഷം എനിക്ക്. എനിക്ക് രണ്ടാമത്തെ ഒരു ആദരവ് കിട്ടാ നമ്മളെ കണ്ണാടിപ്പുറം അമ്പലത്തിന്റെ രുദ്രകാളി അമ്മേന്റെ അടുത്തുനിന്ന്, അമ്മേന്റെ മുന്നിൽ തന്നെ, കാവിന്റെ മുന്നിൽ നിന്ന് കിട്ടി. അത് വളരെയധികം എന്താ പറയാ, മനസ്സിനും എല്ലാം സന്തോഷം. എല്ലാം നിങ്ങളും എല്ലാം നമ്മളെ കൂടിയുള്ളതുകൊണ്ടാണ്. ഫസ്റ്റ് നമ്മളെ നാട്ടിൽ എടക്കണം തേത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഇതിപ്പം രണ്ടാമത്തത് കണ്ണാടിപ്പുറം അമ്പലത്തിന്റെ അടുത്തുള്ള കാവുന്ന്, അമ്പലവുമായി ബന്ധപ്പെട്ടേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടാ, നിങ്ങളോട് എല്ലാവരോടും. അതേപോലെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തോട് നന്ദി പറയുന്നില്ലേ. പിന്നെ നമ്മൾ ലതീഷേട്ടെ, പ്രസാദട്ടെ, അവരെല്ലാം നമ്മളെ സുധീരട്ടെ, അവരോട് എല്ലാവരോടും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജി.